ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഈവനിങ് സോഷ്യൽ സയൻസ് സ്റ്റഡി വ്ളോഗാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ എനിക്ക് സോഷ്യൽ സയൻസ് പഠിക്കുന്ന ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഇരുന്ന് കാണാം. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവനിങ്ങിൽ 4:45 ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ഞാനിത് പഠിക്കാനായിട്ട് ഡെസ്കിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ ഇത് കുറച്ച് ലൈം ജ്യൂസ് അത്ര ഇഷ്ടമൊന്നുമല്ല. സാധാരണ ഞാൻ നോർമൽ വാട്ടറാണ് വെക്കല്. ഇന്ന് പിന്നെ ലൈം ജ്യൂസ് ഉള്ളതുകൊണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് എമൗണ്ട് ആട്ടോ കുടിക്കാം. എന്തായാലും നമുക്കിനി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടി പോവാണ്. പഠിക്കാതിരിക്കുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഈ ടു ഡു ലിസ്റ്റ് എഴുതൽ. ഫസ്റ്റ് തന്നെ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും. മാത്രമല്ല ഇതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബോക്സസ് ഒക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. എന്തായാലും ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ഞാനിതാ സോഷ്യൽ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ ചാപ്റ്റർ ആണ്. ഫ്രൈഡേ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ചൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ ലീവ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ സൈലന്റ് ക്ലാസ് കേട്ടിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐഡിയ ഒക്കെ ഒന്ന് മനസ്സിലാക്കി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ചാപ്റ്റർ ഒക്കെ ഒന്ന് കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സോഷ്യൽ സയൻസ് പോലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതുപോലെ ചില വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ ഞാൻ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെക്കാറുണ്ട്. അതാകുമ്പോൾ എനിക്ക് വായിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. മുമ്പൊക്കെ ഞാൻ ഒരു കാര്യമില്ലാണ്ട് വെറുതെ കണ്ണി കണ്ടതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ആവശ്യമുള്ളത് മാത്രമാണ് ഹൈലൈറ്റ്. ആദ്യം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പേജ് ആയിരുന്നു. ആൻഡ് ഈ ഒരു പേജിനകത്താണ് മെയിൻ ആയിട്ട് കുറെ കാര്യങ്ങളുള്ളത്. അപ്പൊ ഈ ഒരു പേജാണ് അടുത്തത് വായിക്കുന്നത്. വായിക്കുന്ന സമയത്ത് വെറുതെ വായിച്ചു പോകാതെ കുറച്ചുകൂടി മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തലേ കയറും. ഞാൻ 6th സ്റ്റാൻഡേർഡ് വരെ സൈലം അതുപോലെയുള്ള യൂട്യൂബ് ക്ലാസ്സസ് ഒന്നും കണ്ടിരുന്നില്ല. 7th എത്തിയപ്പോൾ ചില സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര ടഫായി തുടങ്ങി. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടു തുടങ്ങിയത്. ആൻഡ് അതിപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നല്ല, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സും ഡേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് കാണുന്ന സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ചാപ്റ്റർ ഇപ്പോൾ 2 പേജേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാത്തത്. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഞാൻ ഏത് ചാപ്റ്റർ ആണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണോ വേണ്ടത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ChatGPTക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ഷോർട്ട് നോട്ട്സ് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആക്കി തരും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ ഗൈസ്, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് ഒക്കെ പോലെയുള്ള കുറേ അധികം പഠിക്കാനുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ ഒരിക്കലും എക്സാമിൻ്റെ തലേ ദിവസം പോയി പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ അന്നാന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് കുറച്ച് മുമ്പിൽ ഒന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലാണ്ട് തലേ ദിവസം പോയിട്ട് എക്സാമിനുള്ള മൊത്തം ഒറ്റയിരിപ്പിന് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാന്താവാൻ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. എനിക്ക് തന്നെ 2 വട്ടം അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. പിന്നെ ആദ്യം തന്നെ അന്നാന്ന് പഠിച്ചു പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മടിയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നാന്ന് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസത്തേക്ക് കൊണ്ടുവിടാണ്ട് കുറച്ച് മുമ്പേലും ഒന്ന് പഠിച്ചു തുടങ്ങണം കേട്ടോ. ഇത് ഞാൻ സോഷ്യൽ സയൻസിന് മാത്രമല്ല കേട്ടോ പറയുന്നത്, നമ്മുടെ ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ കൂടിയിട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ചും കൂടിയും ഇങ്ങനത്തെ വലിയ സബ്ജക്ട്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ബുദ്ധിമുട്ട്. ഞാനും ആദ്യം ഇങ്ങനെ അന്നാന്ന് പഠിച്ചു പോകുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. എനിക്ക് നല്ല മടിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഡെയിലി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. ഇപ്പം എനിക്ക് മുമ്പത്തെ അത്ര മടി തോന്നാറില്ല. എന്തായാലും ഞാൻ സ്റ്റിക്കി നോട്ടിൽ ടെക്സ്റ്റിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വാളിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഇത് ഡെയിലി കണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ആദ്യമൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് വെക്കല്. പിന്നെ അത് മിസ്സായി പോകാൻ തുടങ്ങിയപ്പോൾ അത് നിർത്തി. പിന്നെ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തെ പേജ് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇനി അതാണല്ലോ അടുത്തത് എടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻമാൻ ടെക്നിക്ക് എന്നാട്ടോ അതിന് പറയാം. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.